إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله عليه وسلم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും പ്രാവർത്തികമാക്കിക്കൊണ്ട് ജീവിക്കണമേ എന്ന് എന്നോടെന്നതുപോലെ നിങ്ങൾ ഓരോരുത്തരോടും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ നാട് കൊടും ചൂടിൽ ഉരുകിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണുള്ളത്. മുമ്പൊന്നുമില്ലാത്ത വിധം ദിവസം കഴിയുന്തോറും ചൂട് വർദ്ധിച്ചു വരികയാണ്. പല നാടുകളിലെ കിണറുകളും അതുപോലെ തന്നെ ജലസ്രോതസ്സുകളും ഇല്ലാതായി ആളുകൾ കഷ്ടപ്പെടുകയും ഉറങ്ങാൻ കഴിയാത്ത, ജോലിയെടുക്കാൻ സാധിക്കാത്ത ചൂടിന്റെ കൊടുമ കൊണ്ട് പ്രയാസപ്പെടുന്ന സന്ദർഭമാണിത്. നമുക്കറിയാം, ഇതിന്റെ ഭൗതിക കാരണങ്ങൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്നുണ്ടാകും. എന്നാൽ ഇതിന്റെ കാരണമായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മളോട് പറഞ്ഞത് എന്താണ്? അവിടുന്ന് പറയുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇദസ്തദ്ദൽ ഹർ ഫബ്രിദു ബിസ്സലാഹ്. ചൂട് അത് കഠിനമായാൽ നിങ്ങൾ നിസ്കാരം അത് തണുപ്പിക്കുക. അഥവാ ളുഹറിന്റെ നേരത്ത് അത് ചൂടുള്ള സമയത്താണ് എങ്കിൽ അത് കുറച്ച് പിന്തിപ്പിച്ചുകൊണ്ട് ആ നിസ്കാരം അത് പിന്തിപ്പിച്ചുകൊണ്ട് നിങ്ങൾ നിസ്കരിക്കുക എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. തൊട്ടുടനെ അവിടുന്ന് പറയുന്നു, ഫഇന്ന ശിദ്ദത്തൽ ഹർരി മിൻ ഫൈഹി ജഹന്നം. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, നമ്മളിതാ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ ചൂടുണ്ടല്ലോ, അത് നരകത്തിന്റെ ആവിയാണെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, ഈ ഹദീസിനെ കുറിച്ച് ചിന്തിക്കേണ്ട ഒരു സന്ദർഭമാണിത്. ചൂട് സഹിക്കാൻ വയ്യാതെ നമ്മുടെ ഉപകരണങ്ങളും മറ്റും നിന്നുപോയാൽ, കറണ്ട് അതില്ലാതായി കഴിഞ്ഞാൽ നമ്മൾ പറയുകയാണ്, നമുക്ക് സഹിക്കുന്നില്ല, നമുക്കത് സാധിക്കുന്നില്ല, അത് സഹിക്കാൻ പറ്റുന്നില്ല എന്ന് നമ്മൾ പറയുന്നു, നമുക്ക് താങ്ങാനാവുന്നില്ല എന്ന വാക്കുകൾ നമ്മൾ പറയുന്നു. അപ്പോൾ എന്തായിരിക്കും പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ ചൂട്? നമ്മൾ ആലോചിക്കണം, എന്തായിരിക്കും നരകത്തിന്റെ ചൂട് എന്നുള്ളത്. അതിന്റെ ആവി കാരണത്താലാണ് ഭൂമിയിൽ നമ്മൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ചൂട് എന്നതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് അറിയിച്ചു തരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിന് രണ്ട് നിശ്വാസം വിടാൻ അനുമതി നൽകിയിട്ടുണ്ട്. അതിലൊന്നാണ് നമ്മൾ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ ചൂട്. അതുപോലെ തന്നെ തണുപ്പുകാലത്തും ഒരു നിശ്വാസം റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിന് കൊടുക്കുന്നുണ്ട്. ആ സന്ദർഭത്തിൽ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ കഠിനമായ തണുപ്പും ഈ നരകത്തിന്റെ നിശ്വാസം കൊണ്ടാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, ഒരു യുദ്ധ സന്ദർഭത്തിൽ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടാൻ ആഹ്വാനം ചെയ്തപ്പോൾ ചില ആളുകൾ പറഞ്ഞില്ലേ, ലാ തൻഫിറു ഫിൽ ഹർ, ഇതാ ഈ ചൂട് കാലത്ത് നിങ്ങൾ യുദ്ധം ചെയ്യാൻ പോകരുത് എന്ന് ചില ആളുകൾ പറഞ്ഞപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്, അങ്ങ് പറഞ്ഞു കൊടുക്കണം, നാറു ജഹന്നമ അശദ്ദു ഹർറ, ഇതാ നരകത്തിന്റെ ചൂടുണ്ടല്ലോ അത് വളരെ കഠിനമാണ് എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിച്ചു കൊടുക്കാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വഹി ഇറക്കുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, ഈ ഒരു സന്ദേശമാണ് ഈ സന്ദർഭത്തിൽ നമ്മൾ മനസ്സിൽ കൊണ്ടുവരേണ്ടത്. നരകത്തെ തൊട്ട് അല്ലാഹുവോട് കാവൽ ചോദിക്കേണ്ട സമയമാണിത് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ഈ ചൂട് പ്രകാരമാണ് എങ്കിൽ നരകത്തിന്റെ ചൂട് എങ്ങനെയായിരിക്കും? ഈ ചൂട് നമുക്ക് സഹിക്കാനാവുന്നില്ല എങ്കിൽ ആ കൊടും ചൂടിന്റെ കാഠിന്യം എത്രത്തോളമായിരിക്കും? അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള സന്ദർഭമാണിത്. അതിനെന്താണ് സഹോദരങ്ങളെ നരകമെന്ന് നമ്മൾ അറിയണം. എന്താണ് നരകം എന്നുള്ളത് നമ്മൾ അറിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനൂ ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ. അല്ലാഹു പറയുകയാണ്, യാ അയ്യുഹല്ലദീന ആമനൂ, സത്യവിശ്വാസികളെ വിളിച്ചുകൊണ്ട് അല്ലാഹു പറയുന്നു, ഖൂ അൻഫുസകും വ അഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളെ തന്നെയും നിങ്ങളെ കുടുംബത്തെയും നരകത്തെ തൊട്ട് കാക്കണമേ എന്ന് അല്ലാഹു പറയുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, വഖൂദുഹൻ നാസു വൽ ഹിജാറ. നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രിയപ്പെട്ടവരെ, അതിലെ ഇന്ധനം, അതല്ല എങ്കിൽ അതിലെ വിറക് കൊള്ളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരും അതുപോലെ തന്നെ ചുട്ടുപഴുക്കപ്പെട്ട കല്ലുകളുമാണ്. എന്നിട്ട് അല്ലാഹു പറയുന്നു, അലൈഹാ മലായികതുൻ ഗിലാദുൻ ശിദാദ്. അതിലെ കാവൽക്കാരായ മലക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരുപരിക്കന്മാരായ കഠിന ഹൃദയമുള്ള ഒരാളോട് പോലും അനുകമ്പ കാണിക്കാത്ത മലായികത്തുകളാണ് അതിന്റെ കാവൽക്കാർ. ലാ യഅസൂനല്ലാഹ മാ അമറഹും വയഫ്അലൂന മാ യുഅ്മറൂൻ. അവർ ഒരു കാര്യവും അല്ലാഹു പറയുന്നത് ലംഘിക്കുകയില്ല. അല്ലാഹു എന്താണോ അവരോട് കൽപ്പിക്കുന്നത് അത് അതേപടി ചെയ്യുന്ന മലായികത്തുകളാണ് പ്രിയപ്പെട്ടവരെ നരകത്തിന്റെ കാവൽക്കാർ. സഹോദരങ്ങളെ, നരകത്തിന് പല പേരുകളും പറയപ്പെട്ടതായി കാണാം. നാർ എന്നും ജഹന്നം എന്നും സഈർ എന്നും ഹുതമ എന്നൊക്കെ ഖുർആനിൽ നമുക്ക് കാണാൻ സാധിക്കും. അല്ലാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ, അല്ലാഹുവിൽ പങ്കുചേർത്ത ആളുകളുടെ താവളമാകുന്നു നരകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എത്ര കണ്ട് നമ്മൾ വർണ്ണിച്ചാലും യഥാർത്ഥ രൂപം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല നരകത്തിന്റേത്. എന്നിരുന്നാലും അല്ലാഹുവും അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപത്തിൽ നരകത്തെ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒരാളെ നരകത്തിൽ പ്രവേശിപ്പിച്ചു കഴിഞ്ഞാൽ അതിനർത്ഥം അവനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിന്ദിച്ചിരിക്കുന്നു എന്നതാണ്. അവന് ലഭിച്ച ഏറ്റവും വലിയ അപമാനമാണ് നരകത്തിലേക്ക് പ്രവേശിക്കുക എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചില ആളുകളുടെ ദുആയി പറഞ്ഞില്ലേ, റബ്ബന ഇന്നക മൻ തുദ്ഖിലിൻ നാറ ഫഖദ് അഖ്സൈത. അല്ലാഹുവേ, നീ നമ്മളെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരുവനെ നരകത്തിൽ പ്രവേശിപ്പിക്കുകയാണെങ്കിൽ അതാണ് ഏറ്റവും വലിയ അപമാനം എന്ന് ചില ആളുകളുടെ ദുആ അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ എടുത്തു കൊടുത്തതായി കാണാം. മറ്റൊരായത്തിൽ കാണാം, അലം യഅലമു അന്നഹു മയ്യുഹാദിദില്ലാഹ വ റസൂല. ആരാണോ അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും എതിരെ പ്രവർത്തിച്ചു നിൽക്കുന്ന ആളുകൾ, ഫഇന്ന ലഹു നാറ ജഹന്നമ ഖാലിദീന ഫീഹാ, അവർ ഇതാ നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, പല കാര്യങ്ങളും നമ്മൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞ് നമ്മൾ കേൾക്കുന്നുണ്ട്. ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. നിങ്ങൾ വെടിയണമെന്ന് പറയുന്ന കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ അഹങ്കാരം മൂലം, അതല്ല എങ്കിൽ ദുനിയാവിന്റെ എന്തെങ്കിലും തുച്ഛമായ ലാഭങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനും അവന്റെ റസൂലിനെയും നമ്മൾ എതിർപക്ഷത്താണ് വെക്കുന്നത് എങ്കിൽ നമ്മളെ കാത്തിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ നരകമാണ് എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. നരകത്തിലെ പ്രധാന ശിക്ഷ തീ കൊണ്ടുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നമ്മൾ ഇന്ന് കാണുന്ന ഈ ദുനിയാവിലെ തീയല്ല നരകത്തിൽ ഉണ്ടാവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, നാറുക്കും ജുസ്ഉം മിൻ 70 ജുസ്അൻ മിൻ നാരി ജഹന്നം. നിങ്ങൾ ഇതാ ഈ ദുനിയാവിൽ നിങ്ങൾ കത്തിക്കുന്ന ഈ തീ ഉണ്ടല്ലോ, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ ഇരട്ടിയാണ്, 70 ഇരട്ടിയാണ് നാളെ നരകത്തിന്റെ തീ ചൂട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പറഞ്ഞു കൊടുത്തു. നമ്മളുടെ മനസ്സിൽ വന്ന ഒരു ചോദ്യമുണ്ട്. അതേ ചോദ്യം സഹാബത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുന്നുണ്ട്. റസൂലേ ഇൻ കാനത് ലകാഫിയ, റസൂലേ ഇത് തന്നെ മതിയായത് തന്നെയല്ലേ എന്ന് റസൂലിനോട് സഹാബത്ത് ചോദിക്കുകയാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദുനിയാവിലെ തീ എന്ന് പറഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ കത്തിക്കുന്ന തീയല്ല, അതല്ല എങ്കിൽ പുല്ല് കത്തിക്കുന്ന തീയല്ല. ദുനിയാവിൽ തന്നെ പല കോലത്തിലുള്ള തീകളാണുള്ളത്, നമ്മൾ മനസ്സിലാക്കണം. ഇതാ ചില സ്വർണ്ണ പണിക്കാർ അവരുടെ ഊലയിൽ ഊതുന്ന തീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുക്കളയിൽ ഉപയോഗിക്കുന്ന തീയല്ല. അതുപോലെ തന്നെ ലാവ നമുക്കറിയുന്നതാണ്, അതിന്റെ ചൂടും
വളരെ വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതാണ്. ദുനിയാവിൽ വെച്ച് ഏറ്റവും കഠിനമായ ചൂട് അതിന്റെ 70 ഇരട്ടി. മനസ്സിലാക്കണം, അതിന്റെ 70 ഇരട്ടിയാണ് സഹോദരങ്ങളെ നരകത്തിന്റെ തീ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. ചിന്തിക്കണം, നമ്മൾ ഇതാ ഈ ദുനിയാവിൽ ഇപ്പോൾ ഇതാ ഇതിനുള്ളിലായതിനാൽ നമുക്ക് വലിയ പ്രയാസമില്ല. പക്ഷെ നാളെ ഒരു തണലും ലഭിക്കാത്ത ഒരു ദിനം വരാനുണ്ട്. എല്ലാ ആളുകളും ഇതാ അവരുടെ അമാലുകൾ ഏത് രൂപത്തിലാണോ ആ രൂപത്തിൽ വിയർപ്പിൽ മുങ്ങിക്കുളിക്കുന്ന ചില രംഗം വരാനുണ്ട് പ്രിയപ്പെട്ടവരെ എന്നുള്ളതാണ്. ഇത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും കരുതി കാണും, ഇങ്ങനെയുള്ള തീയാണെങ്കിൽ അതിനടുത്തെത്തുമ്പോൾ തന്നെ നമ്മൾ ഇല്ലാതാകുമല്ലോ, നമ്മൾ അങ്ങ് ഇല്ലാതാകുമല്ലോ, പിന്നീട് ശിക്ഷ അനുഭവിക്കേണ്ടി വരില്ല എന്ന ചിന്ത വന്നേക്കാം. എന്നാൽ അങ്ങനെയല്ല കാര്യം, അങ്ങനെയല്ല കാര്യം. അതിൽ നമ്മൾ മരിക്കുന്ന പ്രശ്നമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യാ, അതിൽ നിങ്ങൾ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. വല്ലാത്തൊരു പ്രയോഗമാണത്. അതിൽ നിങ്ങൾ മരിക്കുകയുമില്ല ജീവിക്കുകയുമില്ല. എത്ര വെള്ളിയാഴ്ചകളിൽ നമ്മൾ കേൾക്കുന്ന ആയത്താണ് പ്രിയപ്പെട്ടവരെ. ഇത് നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഈ ആയത്തിനെ പറ്റി നമ്മൾ ഉറ്റാലോചിച്ചിട്ടുണ്ടോ? അള്ളാഹു പറയുന്നു, നിങ്ങൾ നരകത്തിൽ ജീവിക്കുകയുമില്ല മരിക്കുകയുമില്ല എന്നൊരു പ്രയോഗം. സഹോദരങ്ങളെ, നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ എന്താണെന്ന് നമ്മൾ അറിയണം. നരകത്തിലെ ഏറ്റവും വലിയ ചെറിയ ശിക്ഷ എന്താണ് എന്നുള്ളത് നോക്കൂ പ്രിയപ്പെട്ടവരെ. ഇന്ന അഹ്വന അഹ്ലിൻ നാരി അദാബൻ മല്ലഹു നഅലാനി വശിറാകാനി മിൻ നാർ. ഇതാ നരകത്തിൽ ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെരുപ്പ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. ഒരു ചെരുപ്പ് ധരിപ്പിക്കുക എന്നുള്ളതാണ്. 2 വാറുള്ള ഒരു ചെരുപ്പ് അവരെ ധരിപ്പിക്കും. എന്താണ് പ്രിയപ്പെട്ടവരെ അത് ധരിപ്പിച്ചു കഴിഞ്ഞാലുള്ള അവസ്ഥ? യഗ്ലി മിൻഹുമാ ദിമാഗുഹു കമാ യഗ്ലി അൽ മിർജൽ. ഇതാ ചൂടുള്ള ചട്ടി നമ്മൾ കാണാറുണ്ടല്ലോ, അതിങ്ങനെ തിളക്കുന്നത് പോലെ ഒരുവന്റെ തലച്ചോറ് ഇങ്ങനെ കിടന്ന് തിളക്കും എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. അടുത്ത ഭാഗമാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ ഓരോരുത്തരെയും ഭയപ്പെടുത്തേണ്ടത്. മായറ അന്ന ഹദൻ അശദ്ദു മിൻഹു അദാബാ. ഇത് കാണുമ്പോൾ ഇത് അനുഭവിക്കുന്നവൻ വിചാരിക്കുന്ന കാര്യം എന്താണ്? ഞാനാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിക്കുന്നയാൾ, എനിക്കാണ് നരകത്തിൽ ഏറ്റവും വലിയ ശിക്ഷ ലഭിച്ചിരിക്കുന്നത് എന്ന് ചിന്തിച്ചു പോകും. ആര്? ഏറ്റവും ചെറിയ ശിക്ഷ ലഭിക്കുന്നവൻ. വഇന്നഹു ലഹ്വനുഹും അദാബാ, അതാണ് ഏറ്റവും ചെറിയ ശിക്ഷ എന്ന് തമാശക്ക് പോലും കളവ് പറയാത്ത മുഹമ്മദുൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, ചിന്തിക്കുക. നമ്മൾ ചിന്തിക്കേണ്ട കാര്യം ഇതാണ്. അത് മാത്രമല്ല പ്രിയപ്പെട്ടവരെ, നമ്മുടെ ശരീരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപത്തിലായിരിക്കുകയില്ല. നരകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഭീമാകാരമായ ശരീരം നമുക്ക് നൽകപ്പെടും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞില്ലേ, ഇന്നമാ ബൈന മൻകിബിയൽ കാഫിർ ഫിന്നാരി മസീറത്തു 3 അയ്യാമിൽ ലിറാകിബിൽ മുസ്രി'. ഇതാ നരകത്തിലെ അള്ളാഹുവിനെ നിഷേധിച്ചു കളഞ്ഞ, സത്യത്തെ നിഷേധിച്ചു കളഞ്ഞ ആളുകളുടെ 2 പിരടികൾ തമ്മിലുള്ള ദൂരം 3 ദിവസം. എത്ര പെട്ടെന്ന് ഒരാൾക്ക് യാത്ര ചെയ്ത് ഒരു സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും, അത്രയും വേഗത്തിൽ ഒരാൾ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ എത്ര ദൂരമുണ്ടാകുമോ അത്രയും വലിപ്പമായിരിക്കുമെന്ന് സത്യനിഷേധിയുടെ വലിപ്പമായി റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. മറ്റൊരു ഹദീസിൽ കാണാം, ലിർസുൽ കാഫിരി ഔനാബുൽ കാഫിർ മിസ്ലു ഉഹദ്. ഒരു സത്യനിഷേധിയുടെ പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പല്ല്, ധാരാളം പല്ലുകളല്ല, ഒരു പല്ല് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉഹദ് മലയോളം വലിപ്പം ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ എത്രയും ഭീകരമായ ഭീമാകരമായ മല പോലുള്ള ഒരു മനുഷ്യനാക്കി മാറ്റും. നരകത്തിന്റെ ശിക്ഷ കൂടുതലായി അനുഭവിക്കാൻ വേണ്ടിയാണത്, നരകത്തിൽ കടന്നെരിയാൻ വേണ്ടിയാണത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ കരുതിയേക്കാം കുറെ കിടക്കുമ്പോൾ ഇതങ്ങ് ശീലമാകുമെന്ന്. അതാദ്യം ഉണ്ടാകുന്ന ഒരു വേദനയിലെ പിന്നെ അതങ്ങ് ശീലമാകും എന്ന ചിന്ത നമ്മളിൽ വരുന്നുണ്ട് എങ്കിൽ അങ്ങനെ ആരും വിചാരിച്ചു പോകേണ്ടതില്ല. ഒരിക്കലും സഹിക്കാൻ പറ്റാത്തതാണത്. 1ാം തവണ നമ്മളെ നരകത്തിലിടുമ്പോൾ ഏതവസ്ഥയാണോ അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് എന്നെന്നും ഉണ്ടാവുക. അള്ളാഹു പറഞ്ഞില്ലേ, ഇന്നല്ലദീന കഫറൂ ബിആയാതിനാ സൗഫ നുസ്ലീഹിം നാറാ. നമ്മുടെ ആയാത്തുകളെ, നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ നിഷേധിച്ചു തള്ളിയ ആളുകൾ അവർ ഇതാ നരകത്തിലിട്ട് കരിക്കപ്പെടും. എന്നിട്ട് അള്ളാഹു പറയാണ്, കുല്ലമാ നൂലിജത് ജുലൂദുഹും ബദ്ദൽനാഹും ജുലൂദൻ ഗൈറഹാ. അവരുടെ തൊലികൾ അത് കത്തി നശിച്ചു കഴിഞ്ഞാൽ അവർക്ക് വീണ്ടും 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 തൊലികൾ നൽകപ്പെടും. എന്നിട്ട് പ്രിയപ്പെട്ടവരെ അള്ളാഹു പറയുന്നു, ലിയദൂഖുൽ അദാബ്. എന്തിനു വേണ്ടിയാണത്? ആ നരകശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി, ആ നരകശിക്ഷ അവരെ ആസ്വദിപ്പിക്കാൻ വേണ്ടി എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഇനി ചിന്തിക്കൂ,
നമുക്കിത് സഹിക്കാൻ സാധിക്കുമോ? നമ്മുടെ തൊലികൾ അതില്ലാതായി കഴിഞ്ഞാൽ പിന്നീട് ഉണ്ടാകുന്ന അവസ്ഥ ഈ രൂപത്തിലായിരിക്കുമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു സഹോദരങ്ങളെ. അതിനാൽ ഈ ദുനിയാവിൽ നമ്മൾ ചിന്തിക്കേണ്ട കാര്യം, ദുനിയാവിലെ ശിക്ഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പരിധിയും പരിമിതിയും ഉള്ളതാണ്. എന്നാൽ ആഖിറത്തിലേത് അങ്ങനെയല്ല, അതിനൊരു പരിധിയും പരിമിതിയും ഉള്ളതല്ല. ഒരിക്കലും നമുക്ക് ഊഹിക്കാൻ പോലും പറ്റാത്ത ശിക്ഷയാണ് നരകത്തിൽ. മാത്രമല്ല പ്രിയപ്പെട്ടവരെ, ദുനിയാവിലെ ശിക്ഷകൾ എന്ന് പറഞ്ഞാൽ ഒരാൾ 10 ആളുകളെ കൊന്നു കഴിഞ്ഞാൽ അതിൽ നമുക്ക് പകരം വീട്ടാൻ സാധിക്കുക ഒരാളെ കൊന്നതിന്റെ പകരം മാത്രമാണ്. ബാക്കി 9 പേരെ ശിക്ഷിച്ചതിന്റെ ശിക്ഷ ഇയാൾക്ക് എങ്ങനെയാണ് ലഭിക്കുക എന്നുള്ളതാണ്. എന്നാൽ നരകത്തിൽ അങ്ങനെയല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ആരാണോ ഉറുമ്പിന്റെ കാലടിയോളം നന്മ ചെയ്യുന്നത് അതിന്റെ പ്രതിഫലം അവൻ കാണുക തന്നെ ചെയ്യും. എന്നിട്ട് അല്ലാഹു പറയുന്നു, ആരാണോ തിന്മകളും മ്ലേച്ഛതകളും ചെയ്യുന്ന ആളുകൾ ആ ചെയ്തത് ഒരു ഉറുമ്പിന്റെ കാലടിയോളമാണ് എങ്കിലും അവർ അതിന്റെ പ്രതിഫലം കാണുക തന്നെ ചെയ്യുമെന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. ഇത് മാത്രമല്ല സഹോദരങ്ങളെ, ദുനിയാവിൽ കുറ്റങ്ങൾ ചെയ്താൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ നിനക്ക് ധാരാളം പഴുതുകളുണ്ട്. എന്നാൽ അള്ളാഹുവിന്റെ മുമ്പിൽ എത്തിക്കഴിഞ്ഞാൽ അതൊന്നും നടക്കുകയില്ല. ദുനിയാവിൽ കോടതികളുടെ പഴുതിൽ, വക്കീലന്മാരുടെ നാവിന്റെ ബലത്തിൽ, പൈസയുടെ തിളപ്പിൽ, ശുപാർശയുടെ മറവിൽ രക്ഷപ്പെട്ട് നടക്കുന്നവനെ കാണുമ്പോൾ നീതിബോധമുള്ളവന്റെ മനസ്സ് പറയും, ഇവരെയൊക്കെ ശിക്ഷിക്കാൻ റബ്ബ് സുബ്ഹാനഹു വ തആല ഉണ്ടല്ലോ എന്നുള്ള വാക്കാണ് നീതിബോധമുള്ള ഒരുവൻ പറയുക. അവിടെ എന്തായാലും അവർ രക്ഷപ്പെടുകയില്ലല്ലോ എന്ന ചിന്തയായിരിക്കും നീതിമാന്മാർക്കുണ്ടാവുക. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഒരു മുഅ്മിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ സമാധാനവും ഇതാണ്, ആ നീതിയുടെ ദിവസം ഉണ്ട് എന്നുള്ളത്. അതിനാൽ സഹോദരങ്ങളെ നോക്കൂ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിൽ പറയുന്ന കാര്യം നോക്കൂ, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, എല്ലാ ദേഹവും മരണം ആസ്വദിക്കുക തന്നെ ചെയ്യും, എല്ലാവരും മരിക്കും എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. എന്നിട്ട് അല്ലാഹു പറയുന്നു, നിങ്ങൾ പ്രവർത്തിച്ച ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിന്റെ ഒക്കെ പ്രതിഫലം ഒന്നുപോലും കുറയാതെ നിങ്ങൾക്ക് ഖിയാമത്ത് നാളിൽ ലഭിക്കും എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നതായി നമുക്ക് കാണാം. ചിലരെങ്കിലും പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, എന്തുകൊണ്ടാണ് ദുനിയാവിൽ തന്നെ നമുക്ക് ഇന്നത് ലഭിക്കാത്തത്? നിങ്ങൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറയുന്ന ആളുകളാണ്, നിങ്ങൾക്ക് എന്തേ നിങ്ങളുടെ അള്ളാഹു ഒന്നും തരാത്തത് എന്ന ബാലിശമായ ചില വാദങ്ങൾ ചിലർ പറയുന്നതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ അതിനുള്ള ഉത്തരം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്ത പ്രതിഫലം ഒന്നുപോലും കുറയാതെ ഇൻഷാ അല്ലാഹ് നമുക്ക് നൽകുന്നതാണ്. ഇതുപോലെ സഹോദരങ്ങളെ ധാരാളം വർണ്ണനകൾ നരകത്തെ പറ്റി നമുക്ക് കാണാൻ സാധിക്കും. വിചാരണ കഴിഞ്ഞ് നരകത്തിൽ വിധിക്കപ്പെട്ടവരെ ചങ്ങലയിലിട്ടുകൊണ്ട് നരകത്തിലേക്ക് വലിച്ചിഴക്കുമെന്ന് കാണാൻ സാധിക്കും. അല്ലാഹു പറയുന്നു, ഇന്നൽ മുജ്രിമീന ഫീ ളലാലിൻ വസുഉർ, തീർച്ചയായും കുറ്റവാളികൾ വഴിപിഴവിലും ബുദ്ധിശൂന്യതയിലുമാകുന്നു. യൗമ യുസ്ഹബൂന ഫീന്നാരി അലാ വുജൂഹിഹിം ദൂഖൂ മസ്സ സഖർ. നോക്കൂ പ്രിയപ്പെട്ടവരെ, ആലോചിക്കൂ സഹോദരങ്ങളെ, ഈ ആയത്ത് യൗമ യുസ്ഹബൂന ഫീന്നാരി അലാ വുജൂഹിഹിം, അവർ നരകത്തിൽ നാളെ അവരുടെ മുഖം കുത്തിയ അവസ്ഥയിൽ. നോക്കണം ആ നിന്ദ്യത, എന്താണ് ആ നിന്ദ്യത എന്നുള്ളത്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലുള്ള ചില നാൽക്കാലികൾ മരിച്ചു കഴിഞ്ഞാൽ അതിന്റെ കാലിങ്ങനെ പിടിച്ചുകൊണ്ട് മുഖം കുത്തി വലിച്ച അവസ്ഥയിലാണ് അതിനെ നമ്മൾ മറമാടുക. ആ രൂപത്തിലാണ് നമ്മൾ മറമാടുക. ഈ രൂപത്തിൽ നോക്കണം, കുറ്റവാളികളെ റബ്ബ് സുബ്ഹാനഹു വ തആല നരകത്തിൽ മുഖം കുത്തിവലിച്ച അവസ്ഥയിൽ അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുപോകും. എന്നിട്ട് അവരോട് പറയപ്പെടും, ദൂഖൂ മസ്സ സഖർ, നരകം നീ ആസ്വദിക്കടാ എന്ന വാക്ക് അവരോട് പറയപ്പെടും. പ്രിയപ്പെട്ടവരെ, മറ്റൊരായത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇദിൽ അഗ്ലാലു ഫീ അനാഖിഹിം വസ്സലാസിലു യുസ്ഹബൂൻ, അവരുടെ പിരടികളിൽ ചങ്ങലയും കുരുക്കുകളും അവരുടെ പിരടികളിൽ ഉണ്ടാകും. യുസ്ഹബൂൻ, അവരെ വലിച്ചിഴച്ച അവസ്ഥയിലായിരിക്കും. ഫിൽ ഹമീം, ചൂടുള്ള വെള്ളത്തിലൂടെ അവരെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരും. പിന്നീട് സുമ്മ ഫിന്നാരി യുസ്ജറൂൻ, പിന്നീട് നരകത്തിലേക്ക് ഇട്ട് കരിക്കും. ഇതൊക്കെ സഹോദരങ്ങളെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് കൃത്യമായി അറിയിച്ചു തരുന്നുണ്ട്. ഓരോ കാര്യങ്ങളും വള്ളിമുള്ളി തെറ്റാതെ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നുണ്ട്. നമുക്ക് എന്തേ മാറ്റമില്ലാത്തത്? നമ്മൾ ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക, ഇങ്ങനെയൊക്കെ ഖുർആനിൽ നമുക്ക് അറിയിച്ചു തന്നിട്ടും വീണ്ടും ഇതുപോലുള്ള തിന്മകളിലേക്കും അതുപോലുള്ള കാര്യങ്ങളിലേക്കും നമ്മൾ കാലെടുത്ത് വെക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ഈമാൻ എവിടെയാണുള്ളത് എന്ന് ഓരോരുത്തരും സ്വന്തത്തോട് ചോദിക്കുക. ഇതാണ് പ്രിയപ്പെട്ടവരെ നരകത്തിലെ ശിക്ഷകൾ. അതിലെ മലക്കുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു, ആർക്കും സ്വാധീനിക്കാൻ സാധിക്കാത്ത പരുക്കന്മാരായ കാവൽക്കാർ, നരകക്കാരുടെ യാതനകൾ കാണുമ്പോൾ മനസ്സലിയാത്ത പരുവരുക്കന്മാർ. ഇത് മാത്രമല്ല, നരകത്തിന്റെ ആഴവും പരപ്പും ഒക്കെ ഹദീസിൽ വന്നതായി കാണാം.
മനുഷ്യരിലും ജിന്നിലും പെട്ട കോടാനുകോടി ആളുകൾ നരകത്തിലെ വിറകുകളും കൊള്ളികളുമാണ്. എന്നിട്ടും നരകം നിറയുന്നുണ്ടോ? അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു, യൗമ നഖൂലു ലി ജഹന്നമ ഹലിം തലഅത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിനോട് ചോദിക്കും, നീ നിറഞ്ഞോ, നീ നിറഞ്ഞോ എന്ന് നരകത്തോട് ചോദിക്കുമ്പോൾ നരകം പറയുന്ന വാക്കെന്താണ്? വതഖൂലു ഹൽ മിൻ മസീദ്, ഇനിയുമുണ്ടോ, ഇനിയുമുണ്ടോ ആളുകൾ എന്ന് നരകം ചോദിക്കുന്ന ഒരു ദിനം വരാനുണ്ട് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ സഹോദരങ്ങളെ, നരകക്കാരുടെ വലിപ്പം എത്രയാണ് എന്ന് നമ്മൾ പറഞ്ഞു. എന്നിട്ടും നരകം നിറയുന്നുണ്ടോ? നമ്മൾ ഓരോരുത്തരും ചിന്തിക്കുക, ആ ഭയാനകത നമ്മൾ ആലോചിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരെയും സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ അസ്തഗ്ഫിറുല്ലാഹ ലീ വലക്കും വലിസായിരിൽ മുഅ്മിനീന മിൻ കുല്ലി ദംബ് വസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ ബഅദഹു അമ്മാ ബഅദ്. സഹോദരങ്ങളെ, നരകത്തിലെ ഇന്ധനങ്ങളെ കുറിച്ചും തീക്കാറ്റുകളെ കുറിച്ചുമൊക്കെ ഖുർആനിലൂടെ വിവരിക്കുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. ഇടയ്ക്കിടെ ഇതിനെക്കുറിച്ച് ആലോചിക്കുക എന്നത് നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോകാതിരിക്കാൻ നമ്മെ സഹായിക്കും. കാരണം പരലോക ചിന്തയെ പറ്റി മറപ്പിച്ച് കളയുക എന്നത് പിശാചിന്റെ ഏറ്റവും വലിയ തന്ത്രങ്ങളിൽ ഒന്നാണ്. ദുനിയാവിന്റെ പല ചിന്തകളും ഇട്ടുകൊടുത്തുകൊണ്ട് പരലോക ചിന്ത വിസ്മരിക്കുക എന്നതാണ് ശൈത്താന്റെ ഒരു കെണി. പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തിലൂടെ നമുക്ക് പറഞ്ഞു തരുന്ന കാര്യം നോക്കൂ. ഇന്നകും വമാ തഅബുദൂന മിൻ ദൂനില്ലാഹി ഹസബു ജഹന്നം അൻതും ലഹാ വാരിദൂൻ. ഇതാ നിങ്ങൾ ആരാധിക്കുന്ന അള്ളാഹുവിന് പുറമെ ആരാധിക്കുന്ന ആളുകൾ നരകത്തിലെ ആളുകളാണ്. അവർ നരകത്തിൽ കിടന്നെരിയാനുള്ളവരാണ്. അൻതും ലഹാ വാരിദൂൻ, അതിനെ നരകത്തിന്റെ അടുത്ത് കൊണ്ടുവരിക തന്നെ ചെയ്യും എന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. ലൗ കാന ഹഉലാഇ ഹാലിഹതൻ മാ വറദുഹാ, അവർ യഥാർത്ഥ ആരാധകന്മാരായിരുന്നുവെങ്കിൽ അവർ ഒരിക്കലും നരകത്തിന്റെ അടുക്കലേക്ക് കൊണ്ടുവരപ്പെടുകയില്ല. വകുല്ലും ഫീഹാ ഖാലിദൂൻ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ച ഓരോ ആളുകളും നരകത്തിൽ ശാശ്വതരായിരിക്കുമെന്ന് റബ്ബ് നമുക്ക് അറിയിച്ചു തരുന്നു. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഒരുപക്ഷെ ഇവിടെ നമുക്കൊരു ചോദ്യം വന്നേക്കാം, അള്ളാഹുവിന് പുറമെ വിളിക്കപ്പെടുന്ന നബിമാരും സ്വാലിഹീങ്ങളും നരകാവകാശികളാണോ എന്ന ചിന്ത നമുക്ക് വന്നേക്കാം. കാരണം ആയത്തിൽ അള്ളാഹു പറയുന്നത് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ നരകത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ്. എന്നാൽ അതിൽ തന്നെ രണ്ടായത്ത് കഴിഞ്ഞാൽ ഉടനെ തന്നെ അതിനുള്ള മറുപടിയുണ്ട്. ഇന്നല്ലദീന സബഖത് ലഹും മിന്നൽ ഹുസ്ന ഉലൈക അൻഹാ മുബഅദൂൻ. എന്നാൽ നമ്മിൽ നിന്നും നന്മകൾ മുൻകടന്ന ആളുകൾ അതിൽ നിന്നും വിദൂരമായിരിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. ഒരിക്കലും റസൂലുമാരും അമ്പിയാക്കന്മാരും സാലിഹീങ്ങളും ഇതിൽ പെടുകയില്ല. കാരണം അവർ ആരാധിച്ചിരുന്നത് അല്ലാഹുവെ മാത്രമായിരുന്നു. അതുകൊണ്ടല്ലേ മുഹദ്ദീൻ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത് ഒരു വ്യക്തിയോട്, കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ് വഫീ ഖൽബിക കം ഇലാഹ്, നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഉച്ചരിക്കുന്നത്? നിന്റെ ഹൃദയത്തിൽ ഇത്രയധികം ആരാധകന്മാരുണ്ടായിരിക്കെ നീ എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിക്കുന്നത് എന്ന് അബ്ദുൽ ഖാദിർ അൽ ജീലാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞത്. നോക്കൂ പ്രിയപ്പെട്ടവരെ, ഇതിൽ കൂടി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യം അവരൊരിക്കലും നരകത്തിന്റെ ആളുകളല്ല. പക്ഷേ നമ്മൾ ശിർക്ക് ചെയ്താണ് ജീവിക്കുന്നത് എങ്കിൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ എന്നുള്ളത് നമ്മൾ ചിന്തിക്കുക. അതുപോലെ പ്രിയപ്പെട്ടവരെ, നരകത്തിൽ ലഭിക്കുന്ന ഭക്ഷണം അത് അവർക്ക് വിശപ്പ് അകറ്റാനോ പോഷകത്തിന് ഉതകുന്നതല്ല, മറിച്ച് അവിടെ കിട്ടുന്ന ഭക്ഷണവും അവർക്കുള്ള ശിക്ഷയാണ്. അള്ളാഹു പറഞ്ഞില്ലേ, നമ്മൾ ഇതാ എല്ലാ വെള്ളിയാഴ്ചകളിലും കേൾക്കുന്ന ആയത്താണ്, ലൈസ ലഹും തആമുൻ ഇല്ലാ മിൻ ദരീഅ, അവർക്ക് ദരീഇൽ നിന്നല്ലാതെ ഭക്ഷണം ലഭിക്കുകയില്ല. ഹിജാസ് എന്ന് പറയുന്ന നാടുകളിൽ കണ്ടുവരുന്ന ഒരു മുൾച്ചെടിയാണ് അതാണ് അവർക്ക് ലഭിക്കുക. അതുപോലുള്ള കാര്യമാണ് അവർക്ക് ലഭിക്കുക എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. തൊട്ടുടനെ പറയുന്ന കാര്യം എന്താണ്? ലാ യുസ്മിനു വലാ യുഗ്നി മിൻ ജൂ', അതവർക്ക് പോഷകമോ അവരുടെ വിശപ്പോ കെടുത്താൻ മാത്രമുള്ളതല്ല, അത് മാറുകയില്ല എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. എന്ത് വലിയ നിന്ദത, എന്ത് വലിയ ശിക്ഷ പ്രിയപ്പെട്ടവരെ! നരകത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാലുള്ള ഏറ്റവും വലിയ നിന്ദ്യത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലുള്ളതാണ്. ഇങ്ങനെ പറഞ്ഞു തീർക്കാൻ സഹോദരങ്ങളെ നമ്മൾ, അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്താതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഇതുപോലെ നരകത്തിലേക്ക് എത്തിപ്പെടാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വിശ്വാസം അത് ശരിയാക്കുക എന്നുള്ളതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞില്ലേ, വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ,
അള്ളാഹു പറയുന്നു, ഇതാ ജിന്നുവർഗത്തെയും മനുഷ്യവർഗത്തെയും അള്ളാഹു പടച്ചിട്ടില്ല അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് അറിയിച്ചു തരുന്നു. അപ്പോൾ അള്ളാഹു യാതൊന്നും പങ്കു ചേർക്കാതിരിക്കുക, അതാണ് സ്വർഗപ്രവേശത്തിന് കാരണമാകുന്ന ഏറ്റവും വലിയ കാര്യം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, മൻ മാത യശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. ഒരുവൻ മരണപ്പെടുമ്പോൾ അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് മറ്റുള്ള ആരാധ്യന്മാരെ ഉപേക്ഷിച്ച നിലയിൽ അള്ളാഹുവെ മാത്രം ആരാധിച്ചുകൊണ്ടാണ് ഒരുവൻ മരിക്കുന്നത് എങ്കിൽ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് അറിയിച്ചു തരുന്നു. സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കുക, നമുക്ക് വല്ല പ്രയാസങ്ങളും വല്ല ബുദ്ധിമുട്ടുകളും വരുമ്പോൾ നമ്മുടെ കരങ്ങൾ ഉയരുന്നത് ഏതെങ്കിലും മഖ്ബറയിലേക്കോ ഏതെങ്കിലും സാലിഹ്യങ്ങളുടെ പേരുകളിലേക്കോ അതുപോലുള്ള കാര്യമാണ് എങ്കിൽ നമ്മൾ ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും ശിർക്കാകുന്ന പാപം നമുക്ക് പുറത്തു നൽകുകയില്ല. വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അതിന് താഴെയുള്ള പാപങ്ങൾ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് പുറത്തു നൽകുമെന്ന് അല്ലാഹു അറിയിച്ചു തരുന്നു. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ശിർക്ക് എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല, ഒരിക്കലും ചെറിയ കാര്യമല്ല. നരകത്തിൽ നമ്മൾ എന്നെന്നും ശാശ്വതമായി കിടക്കേണ്ട ഒരു വലിയ തെറ്റ് തന്നെയാണത്. നമ്മൾ ചിന്തിക്കണം, നമ്മളിലോ നമ്മുടെ കൂട്ടത്തിൽ ആരെങ്കിലുമോ നമ്മുടെ വിശ്വാസം ഈ രൂപത്തിൽ ഏതെങ്കിലും ശിർക്കാകുന്ന അതുപോലുള്ള വിശ്വാസങ്ങൾ നമ്മളിൽ വരുന്നുണ്ട് എങ്കിൽ നമ്മൾ പരിശോധിക്കുക. എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കുന്നുണ്ട്, ഏതൊക്കെ കാര്യങ്ങൾ നമ്മളൊന്ന് അന്വേഷിച്ചു നോക്കുന്നുണ്ട്. എന്തേ നമ്മുടെ വിശ്വാസം ഏത് രൂപത്തിലാണ് എന്നുള്ളത് വിശ്വസിക്കാൻ നമുക്ക് മടി. എന്താണ് പ്രിയപ്പെട്ടവരെ, നമ്മുടെ നരകവും സ്വർഗവും തീരുമാനിക്കുന്ന കാര്യമാണ് നമ്മുടെ വിശ്വാസം എന്നുള്ളത്. അത് നമ്മൾ ഏറ്റവും നല്ല രൂപത്തിൽ നമ്മൾ ആവർത്തിച്ച് പഠിച്ചുകൊണ്ട് അത് പരിശോധിച്ചു കൊണ്ടേയിരിക്കണം. ഇതാണ് നമ്മളെ സ്വർഗത്തിൽ എത്തിക്കുന്ന ഒന്നാമത്തെ കാര്യം. പിന്നീട് പ്രിയപ്പെട്ടവരെ, നമ്മളിൽ വന്നു പോകുന്ന തിന്മയാണ്. നമ്മളിൽ വന്നു പോകുന്ന തിന്മകൾ നമ്മൾ പാടെ ഉപേക്ഷിക്കണം. ഇതിനർത്ഥം തിന്മയൊന്നും ഇല്ലാതെ ജീവിക്കാൻ സാധിക്കുമെന്നുള്ളതല്ല. മനുഷ്യന്മാരാണ്, തെറ്റുപറ്റും. അല്ലാഹു സുബ്ഹാനഹു വ തആല അർ-റഹ്മാനും റഹീമുമാണ്. അല്ലാഹു പറഞ്ഞില്ലേ, ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. ഇതാ സ്വന്തത്തോട് തന്നെ ധാരാളം തിന്മകളും തെറ്റുകളും ചെയ്തു പോയ എന്റെ അടിമകളോട് റസൂലേ അങ്ങ് പറഞ്ഞു കൊടുക്കണം, ലാ തഖ്നതു മിർ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിന്റെ കാരുണ്യത്തെ പറ്റി നിങ്ങൾ നിരാശപ്പെടാൻ പാടില്ല. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പാപങ്ങളും പൊറുക്കുന്നവനാണ് എന്ന് അല്ലാഹു നമുക്ക് അറിയിച്ചു തരുന്നു. പ്രിയപ്പെട്ടവരെ, മടങ്ങുക റബ്ബിലേക്ക്. എന്താണ് നമുക്കുള്ള മടി? അല്ലാഹുവിന്റെ കാരുണ്യം എങ്ങാനും നമ്മൾ അറിഞ്ഞിരുന്നുവെങ്കിൽ നമ്മൾ ഒരിക്കലും അവനോട് പാപമോചനം തേടുന്നത് ഒഴിവാക്കുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു ദിവസം സഹാബത്തിനെ കാണിച്ചു കൊടുക്കുകയാണ്. ഒരു ഉമ്മ തന്റെ മകനെ അന്വേഷിച്ചുകൊണ്ട് ഒരു യുദ്ധവേളയിൽ ഇങ്ങനെ നടക്കുകയാണ്. ഓരോ കുട്ടികളുടെ മുഖത്തേക്ക് നോക്കി, ഇതെന്റെ മകനാണോ എന്ന് നോക്കി അവസാനം അവർക്ക് അവരുടെ മകനെ ലഭിക്കുകയാണ്. അവരെ മകനെ ലഭിച്ചപ്പോൾ തന്റെ മാറോട് ചേർത്തുകൊണ്ട് മുലയൂട്ടുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിനോട് ചോദിച്ചു, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ഈ കുട്ടിയെ ഈ ഉമ്മ തീയിലേക്ക് വലിച്ചെറിയുമെന്ന്? സഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല. അവരങ്ങനെ ചിന്തിക്കുക പോലുമില്ല. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ കുട്ടിയോട് ഈ ഉമ്മാക്കുള്ളതിനേക്കാൾ 10 മടങ്ങ് കാരുണ്യമുള്ളവനാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതുകൊണ്ടാണ് സലഫുകളിൽ ചില ആളുകളോട് അവരോട് ചോദിക്കുകയാണ്, ഇതാ നിങ്ങൾക്ക് തെരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം വരികയാണ്. നിങ്ങളെ വിചാരണ ചെയ്യുന്നത് ഒരു ഭാഗത്താണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല, മറ്റൊരു ഭാഗത്ത് നിങ്ങളുടെ ഉമ്മയും ഉപ്പയുമാണെങ്കിൽ നിങ്ങൾ ഏതാണ് തെരഞ്ഞെടുക്കുക എന്ന് ചോദിക്കപ്പെട്ടപ്പോൾ അവർ പറഞ്ഞ കാര്യം എന്താണ്? അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ വിചാരണക്കെടുത്താൽ മതി എന്നുള്ളതാണ്. അതാണ് സഹോദരങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യം. എന്നിട്ടും നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാൻ സാധിക്കുന്നില്ല എങ്കിൽ, അതുപോലെ നമ്മുടെ തിന്മകൾ എടുത്തു പറഞ്ഞ് നമ്മുടെ തെറ്റുകുറ്റങ്ങൾ എടുത്തു പറഞ്ഞ് അല്ലാഹുവോട് പാപമോചനം തേടാൻ സാധിക്കുന്നില്ല എങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, ഈ കാണുന്ന നരകത്തിലേക്കാണോ നമ്മുടെ പോക്ക് എന്നുള്ളത്. ഓരോരുത്തരും ചിന്തിക്കുക പ്രിയപ്പെട്ടവരെ. നമുക്ക് സമയം ഇനിയുമുണ്ട്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ മനസ്സിൽ ഒത്തിവെക്കുക, അള്ളാഹുലേക്ക് നമ്മൾ ഖേദിച്ച് മടങ്ങും. പറ്റിപ്പോകുന്ന തെറ്റിൽ അള്ളാഹുവോട് അത് ഏറ്റു പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുലേക്ക് മടങ്ങും. അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ അവനിലേക്ക് ഖേദിച്ച് മടങ്ങാൻ നമുക്ക് എല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ
اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة، اللهم إنا نسألك الجنة. اللهم أجرنا من النار، اللهم أجرنا من النار، اللهم أجرنا من النار. اللهم انصر إخواننا في كل مكان، اللهم انصر إخواننا في كل مكان. وصلى الله وسلم على نبينا محمد وعلى آله وأصحابه أجمعين.